വാർഷികത്തോടനുബന്ധിച്ച് മനോരമ ഓൺലൈൻ സംഘടിപ്പിക്കുന്ന അസറ്റ് ഹോംസ് സെല്ലുലോയിഡ് പരിപാടിയുടെ സമാപന ചടങ്ങിന് ഇവിടെ തുടക്കമാകുകയാണ്. മലയാള സിനിമയുടെ ഇതിഹാസ താരങ്ങളായി മനോരമ ഓൺലൈൻ വായനക്കാർ തിരഞ്ഞെടുത്ത മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ആദരിച്ച അപൂർവ നിമിഷം. എം ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രശസ്ത പിന്നണി ഗായകർ മലയാള സിനിമാ ചരിത്രത്തിലൂടെ നടത്തിയ സംഗീത സഞ്ചാരം. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി മമ്മൂട്ടി മോഹൻലാൽ ഗാനങ്ങളുടെ നൃത്താവിഷ്കാരവുമായി രമ്യ നമ്പീശനും സംഘം. ചകപ്പുങ്കാവുകൾക്കുമപ്പുറം പവനത്രയും മുരുകി വീണുപോയി. കാഴ്ചയുടെ അത്യപൂർവ വിരുന്നുമായി മനോരമ ഓൺലൈൻ സെല്ലുലോയിഡ്. ചലച്ചിത്ര രംഗത്തെ പ്രതിഭാധനർക്ക് മനോരമയുടെ പ്രണാമമാണ് അസറ്റ് ഹോംസ് സെല്ലുലോയിഡ്. ഒരു നൂറ്റാണ്ട് തികഞ്ഞ നമ്മുടെ സിനിമാ ചരിത്രത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഡോക്യുമെന്ററിയാണ് ഇന്നാദ്യം. കല്ലിലും മരത്തിലുമാണ് ആദ്യ മനുഷ്യൻ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയത്. അത് പിന്നീട് ക്യാമറയിൽ പകർത്തുന്ന രീതിയിലെത്തി. അവിടെ നിന്നാണ് ചലനചിത്രങ്ങളുടെ ഉത്ഭവം. ലൂമിയർ ബ്രദേഴ്സ് നടത്തിയ ആദ്യ പ്രദർശനത്തിന് 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഭാരതത്തിൽ ഒരു ചലനചിത്രം നിർമ്മിക്കപ്പെടുന്നത്. 1913 മെയ് 3 ദാദാ സാഹിബ് ഫാൽക്കെയുടെ രാജാ ഹരിചന്ദ്രയുടെ ആദ്യ പ്രദർശനം മുതൽ നാളിതുവരെ ഉയരങ്ങളിലേക്ക് മാത്രം കുതിച്ച ഈ കലാരൂപം ജനഹൃദയങ്ങളിൽ ചേക്കേറി. നൂറുകണക്കിന് നിശബ്ദ ചിത്രങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടു. അതിൽ കേരളത്തിനും പങ്കുണ്ടായിരുന്നു. വിഗതകുമാരനും മാർത്താണ്ഡവർമ്മയും. 1931 മാർച്ച് 14 ആദ്യ ശബ്ദചിത്രം റിലീസായത്. ആദർശ് ഇറാനിയുടെ ആലം ആര. ഭാരതത്തിലെ മിക്ക ഭാഷകളിലെയും ആദ്യ ചിത്രങ്ങൾ പുരാണ ചിത്രങ്ങളായിരുന്നു. മറാത്തിയിൽ അയോധ്യ ചേ രാജ, തമിഴിൽ കാളിദാസ്, കന്നഡയിൽ ഭക്തധ്രുവ, തെലുങ്കിൽ ഭക്തപ്രഹ്ലാദ, ബംഗാളിയിൽ ജമേ ഷഷ്ടി. അങ്ങനെ പോകുന്നു ആ പട്ടിക. പക്ഷേ വേറിട്ട പാത തുറന്നത് മലയാളത്തിൽ മാത്രമാണ്. നമ്മുടെ ആദ്യ ശബ്ദചിത്രവും നിശബ്ദ ചിത്രവും സാമൂഹിക പ്രസക്തിയുള്ള കഥാരൂപങ്ങളായിരുന്നു. 1938 ജനുവരി 19 ബാലൻ പ്രദർശനത്തിനെത്തി. 30കളിൽ സിനിമയുടെ ഗതി മാറി. സ്വതന്ത്ര ഭാരത സൃഷ്ടിയിൽ സിനിമയും പങ്കാളികളായി. 1935 ധർമാത്മ ഗാന്ധിയൻ ഫിലോസഫി പ്രചരിപ്പിച്ച മറാത്തി ചിത്രമായിരുന്നു. 37 ശാന്താറാമിന്റെ ദുനിയാന്ന മാനെ യുവതികളെ വൃദ്ധന്മാർ വിവാഹം കഴിക്കുന്നതിന് എതിരെയുള്ള സിനിമയായിരുന്നു. അദ്ദേഹത്തിന്റെ 57 ദോ ആംഖേൻ ബാർ ഹാത്ത് ജീവപര്യന്ത തടവുകാരെയും 39 ആത്മീ വേശികളെയും പുനരധിവസിപ്പിക്കുന്നതിനെ കുറിച്ചായിരുന്നു. അങ്ങനെ സിനിമ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു തുടങ്ങി. पति क्या चाहता है, पति के पसंद की चीज क्या है. സിക്കന്ദർ എന്ന ചിത്രം ബ്രിട്ടീഷുകാർ നിരോധിച്ചു. അതിലെ സംഭാഷണങ്ങളുടെ സ്വാധീനം മൂലം ബ്രിട്ടീഷ് സൈന്യം പോലും അവർക്കെതിരെ തിരിയുമെന്നതായിരുന്നു കാരണം. തമിഴിലെ ത്യാഗഭൂമിയുടെ പ്രദർശനവും അവർ തടഞ്ഞു. 1935 പിന്നണി സംഗീതം തുടങ്ങി. ധൂപ് ഛാവായിരുന്നു ആദ്യ ചിത്രം. പിന്നീട് പ്രശസ്തരുടെ പ്രവാഹമായിരുന്നു. സൈഗാൾ, പങ്കജ് മല്ലിക്, കെ.സി. ഡേ തുടങ്ങി തെക്ക്
ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, GN ബാലസുബ്രഹ്മണ്യം, MS സുബ്ബലക്ഷ്മി മുതൽ എല്ലാ പ്രതിഭകളും സിനിമാ സംഗീതത്തിന്റെ ഭാഗമായി. 1948 മലയാളത്തിലും പിന്നണിയെത്തി. നിർമ്മലയിലൂടെ TK ഗോവിന്ദറാവുവും C സരോജിനിയും വിമലാവർമ്മയും ആദ്യ പിന്നണി ഗായകരായി. സിനിമയെ ലോകം വീക്ഷിച്ചു തുടങ്ങി. രാഷ്ട്രപിതാവ് പോലും ഒരു സിനിമ കണ്ടു. മഹാത്മാഗാന്ധി കണ്ട ഏക ചിത്രമായിരുന്നു 43 രാമരാജ്യ. MS സുബ്ബലക്ഷ്മിയുടെ തമിഴ് ചിത്രമായ മീരയുടെ ഹിന്ദി പതിപ്പിന്റെ അവതാരകയായത് സാക്ഷാൽ സരോജിനി നായിഡു. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് സിനിമ തുടക്കമായി. കന്നഡയിലെ സത്യഹരിചന്ദ്ര മലയാളം ഉൾപ്പെടെ 8 ഭാഷകളിൽ വീണ്ടും നിർമ്മിക്കപ്പെട്ടു. 1948 ലോക പ്രശസ്ത നർത്തകൻ ഉദയശങ്കർ നിർമ്മിച്ച് സംവിധാനം ചെയ്ത കൽപ്പനയിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും നൃത്തരൂപങ്ങളും നർത്തകരെയും ഉൾപ്പെടുത്തിയിരുന്നു. ഇത്രയും ദിവസം നമ്മൾ എത്ര സന്തോഷമായിട്ടിരുന്നു. ഇനി മുദ്ര ആരംഭിക്കും. നൃത്തത്തിലൂടെ സംസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിച്ച ഈ ചിത്രത്തിൽ തിരുവിതാംകൂർ സഹോദരിമാരായ ലളിത പത്മിനി രാഗിണിമാരും ഉണ്ടായിരുന്നു. സിനിമയിൽ ഒരു മാറ്റത്തിന് തുടക്കമിട്ടതും നമ്മുടെ നാട്ടിലാണ്. 1954 നീലക്കുയിൽ. അതിനുശേഷമാണ് ലോകം മുഴുവൻ ഇന്നും വാനോളം പുകഴ്ത്തുന്ന പഥേർ പാഞ്ചാലി പോലും നിർമ്മിക്കപ്പെട്ടത്. സത്യജിത് റായ്, മൃണാൾ സെൻ, ശാന്താറാം, ഗുരുദത്ത് തുടങ്ങിയ മഹാപ്രതിഭകളുടെ പാത പിന്തുടർന്നവർ ഏറെ. 1937 റിലീസായ സന്ത് തുക്കാറാം എന്ന മറാത്തി ചിത്രത്തിനാണ് ആദ്യമായി വിദേശ അംഗീകാരം ലഭിച്ചത്. വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ ലോകത്തിലെ മികച്ച 3 ചിത്രങ്ങളിലൊന്നായി ഇത് തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യമായി ഒരു ചിത്രം ഒരു വർഷം തുടർച്ചയായി ഇന്ത്യയിൽ പ്രദർശിപ്പിക്കപ്പെട്ടതും ഇതുതന്നെയാണ്. 1952 മെഹബൂബ് ഖാന്റെ ആൻ വന്നതോടെ വർണ്ണങ്ങളുടെ മായാപ്രപഞ്ചം തുറക്കപ്പെട്ടു. തെക്കും കളറെത്തി. 55 തമിഴിൽ ആലിബാബയും 41 തിരുടറുകളും, 61 മലയാളത്തിൽ കണ്ടം വെച്ച കോട്ടും, രണ്ടും TR സുന്ദരം നിർമ്മിച്ച് സംവിധാനം ചെയ്തത്. 1959 കാഗസ് കെ ഫൂൽ എന്ന ചിത്രത്തിലൂടെ സിനിമാസ്കോപ്പ് എത്തി. പടയോട്ടത്തിലൂടെ 70mm മൈ ഡിയർ കുട്ടിച്ചാത്തനിലൂടെ 3Dയും. 1953 ദേശീയ അവാർഡുകൾ പ്രഖ്യാപിച്ചു തുടങ്ങിയത്. ആ വർഷം മറാത്തി സിനിമയായ ശ്യാംജി ആയി ആ ബഹുമതി നേടി. അടുത്ത വർഷം മലയാളം അത് തെക്കേയറ്റത്തേക്ക് കൊണ്ടുപോന്നു നീലക്കുയിലിലൂടെ. 65 ചെമ്മീനിലൂടെ സ്വർണ്ണ മെഡലും മലയാളം നേടി. പിന്നീട് മലയാളികൾ സിനിമയുടെ സമസ്ത മേഖലയും അടക്കി വാണു. 1969 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഏർപ്പെടുത്തിയത്. ദേവിക റാണിക്കായിരുന്നു ആദ്യ പുരസ്കാരം. പക്ഷേ ഈ ബഹുമതി മാത്രമാണ് കേരളത്തിലെത്താൻ വൈകിയത്. 2004 അടൂരിലൂടെ അതും നമ്മുടെ നാട്ടിലെത്തി. രാജ് കപൂറിന്റെ വരവോടെയാണ് സിനിമയ്ക്ക് കൊമേഴ്സ്യൽ സിനിമ എന്ന ലേബൽ വീണത്. ദേവാനന്ദ്, ദിലീപ് കുമാർ, MGR, ശിവാജി ഗണേശൻ, നാഗേശ്വര റാവു, NTR, സത്യൻ, പ്രേം നസീർ, നർഗീസ്, വൈജയന്തിമാല, സരോജാദേവി, ഭാനുമതി, പത്മിനി, ഷീല, ശാരദ, ജയലളിത, മധു, കമലഹാസൻ, രജനീകാന്ത്, അങ്ങനെ താരോദയങ്ങളുണ്ടായി. ആയിരത്തി 1948 നിർമ്മിക്കപ്പെട്ട ചന്ദ്രലേഖയുടെ അന്നത്തെ ചെലവ് 30 ലക്ഷം രൂപ.
ഇന്നുവരെ ഈ ചിത്രത്തിന്റെ 700 പ്രിന്റുകൾ എടുത്തു. ഈ ചിത്രം സബ് ടൈറ്റിലോടെ പ്രദർശിപ്പിക്കാത്ത വിദേശ രാജ്യങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. മലയാളത്തിൽ നടന്മാരോടൊപ്പം സംവിധായകരും സാങ്കേതിക വിദഗ്ധരും ശ്രദ്ധിക്കപ്പെട്ടു. രാമു കാര്യാട്ട്, പി ഭാസ്കരൻ, എ വിൻസെന്റ്, കെ എസ് സേതുമാധവൻ, പി സുബ്രഹ്മണ്യം, കുഞ്ചാക്കോ, പി രാമദാസ്, ശശികുമാർ, ഐ വി ശശി, അടൂർ, കെ ജി ജോർജ്, ജി അരവിന്ദൻ, ജോൺ എബ്രഹാം, മെല്ലി ഇറാനി, ഷാജി എൻ കരുൺ, ടി വാസുദേവൻ, ടി കെ പരീക്കുട്ടി. അങ്ങനെ പോകുന്നു ആ പട്ടിക. എങ്കിലും സാധാരണക്കാരായ പ്രേക്ഷകരെ സിനിമയോട് അടുപ്പിച്ചതിന് ഏറെ വലിയൊരു പങ്ക് നൽകിയത് സിനിമാ സംഗീതമാണ്. ദിവസവും ഒരു മലയാള സിനിമാ ഗാനമെങ്കിലും മൂളാത്ത മലയാളികളില്ല. മഹാകവി ജി ശങ്കരക്കുറുപ്പിൽ തുടങ്ങി തിരുനൈനാർ കുറിച്ചി, പി ഭാസ്കരൻ, വയലാർ, ONV, യൂസഫ് അലി കേച്ചേരി, ശ്രീകുമാരൻ തമ്പി, ബിച്ചു തിരുമല, പൂവച്ചൽ ഖാദർ, കാവാലം, കൈതപ്രം, ഗിരീഷ് പുത്തഞ്ചേരി, അങ്ങനെ മലയാളത്തിലെ പ്രതിഭകളെയെല്ലാം ഈ മേഖലയിലെത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. മലയാളത്തിൻ്റെതായ സംഗീതത്തിലൂടെ എത്രയോ പ്രതിഭാധനന്മാരായ സംഗീത സംവിധായകരും ഗായകരുമാണ് നമുക്ക് സംഗീത വിരുന്നൊരുക്കിയത്. ഏഴ് ദേശീയ ബഹുമതികളും 17 ഭാഷകളിലായി 46 വിവിധ സംസ്ഥാന അവാർഡുകളുമായി KJ യേശുദാസും, 6 ദേശീയ ബഹുമതികളും 13 ഭാഷകളിലായി 32 വിവിധ സംസ്ഥാന അവാർഡുകളുമായി KS ചിത്രയും ഇന്നും മുന്നിൽ. ഇനി എത്രയോ ദൂരം ബാക്കി. സംഗീതയാത്രകൾക്ക് അവസാനമില്ല. അവർ തുടരട്ടെ നമുക്ക് അഭിമാനമായി. ഇന്ത്യൻ സിനിമ 100 വയസ്സ് പൂർത്തിയാക്കുന്നതിനോടൊപ്പം മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം ബാലനും അതിലെ സംഗീതത്തിനും വയസ്സ് 75 ആകുന്നു. 1938 ബാലൻ പുറത്തിറങ്ങിയത്. 75 വയസ്സായ മലയാള ചലച്ചിത്ര സംഗീത ചരിത്രത്തിൻ്റെ വഴിത്താറുകളിലൂടെയുള്ള ഒരു സംഗീത യാത്രയാണ് ഇനി ഇവിടെ അരങ്ങേറുക. ഈ യാത്രയിൽ നമ്മോടൊപ്പമുള്ളത് മലയാളത്തിലെ മുൻനിര പിന്നണി ഗായകരും സംസ്ഥാന അവാർഡ് ജേതാക്കളുമായ ശ്രീ മധു ബാലകൃഷ്ണൻ, ശ്രീ സുദീപ് കുമാർ, റിമി ടോമി, രാജലക്ഷ്മി, സിത്താര, അനൂപ് ശങ്കർ, മൃദുല വാര്യർ, ശ്രീറാം, രവിശങ്കർ, കൊച്ചിൻ ആസാദ് തുടങ്ങിയവരാണ്. ഇവരെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഇവരോടൊപ്പം മറ്റൊരു ഗായകനും ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. മലയാളത്തിലെ നിത്യഹരിത ഭാവഗായകൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ P. ജയചന്ദ്രൻ. അദ്ദേഹത്തെ ഒരുപാട് ആദരവോടെയും സ്നേഹത്തോടെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സംഗീത യാത്രയ്ക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മലയാളത്തിലെ പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ M. ജയചന്ദ്രനാണ്. എഞ്ചിനീയർ ആകാൻ പഠിക്കുകയും തുടർന്ന് സംഗീതത്തിൻ്റെ എഞ്ചിനീയറിംഗിലേക്ക് തിരിയുകയും ചെയ്ത ആളാണ് ശ്രീ M. ജയചന്ദ്രൻ. ഗായകനാകാൻ വേണ്ടി മലയാള സിനിമയിലെത്തി. ഗായകൻ മാത്രമല്ല, സംഗീത സംവിധായകനുമായ മലയാള സിനിമയുടെ മുൻനിരക്കാരനും നിരവധി സൂപ്പർ ഹിറ്റുകളുടെ സൃഷ്ടാവുമായ ശ്രീ M. ജയചന്ദ്രൻ. നമസ്കാരം സർ. ജയചന്ദ്രൻ സർ, മലയാള സംഗീതത്തിന് 75 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. ഈ മഹത് യാത്രയെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകർക്ക് സെല്ലുലോയിഡിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കാവുന്നത്? എല്ലാവർക്കും
എൻ്റെ നമസ്കാരം. മലയാള സിനിമാ സംഗീതം 75 വയസ്സിൽ എത്തി നിൽക്കുകയാണ്. ആദ്യമായി ഒറിജിനലായിട്ട് ലിറിക്ക് എഴുതി ഒറിജിനലായിട്ടുള്ള സംഗീതം ചെയ്ത് പിന്നണി ഗായകർ പാടിയിട്ട് ഇപ്പോൾ 75 വർഷങ്ങൾ തികയുന്നു. നമുക്കറിയാം, നമ്മുടെ മലയാള സിനിമാ സംഗീതത്തിൻ്റെ ഒരു പാരമ്പര്യവും മഹത്തായിട്ടുള്ള ഒരു പൈതൃകവും, സംഗീത സംവിധാനത്തിൻ്റെ മഹത്തായ പൈതൃകം ഉണ്ടായിട്ടുണ്ട്, ഗാനരചനയുടെ ഉണ്ടായിട്ടുണ്ട്, ജയേട്ടനെ പോലുള്ള മഹാന്മാരായിട്ടുള്ള ഗായകരുടെ ഗാനാലാപനത്തിൻ്റെ ചാരുത ഉണ്ടായിട്ടുണ്ട്. So let's salute the great masters of Malayalam film music who have made our film music that has gone a long way and that is scaling great peaks and heights. ഈ സമയത്ത് മനോരമ ഓൺലൈൻ വളരെ ശ്രദ്ധാപൂർവം ഓൺലൈൻ വോട്ടിങ്ങിലൂടെ 15 സംഗീത സംവിധായകരെ കാലങ്ങളിലൂടെയുള്ള ഒരു യാത്രയിൽ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ ഗാനങ്ങളാണ് ഇന്ന് ഈ സംഗീതയാത്രയിൽ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൽ ഞാനുണ്ട്, ഇതിൽ നിങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഈ യാത്രയിൽ നമുക്ക് ഒന്നിച്ചുകൂടാം. 125 സിനിമകളിൽ വ്യക്തിപരമായി ഞാൻ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഒരു മധുരമായി എനിക്ക് ഈ അവസരം നൽകിയ മലയാള മനോരമയ്ക്ക് എൻ്റെ പ്രത്യേക നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമസ്തേ. താങ്ക് യു സർ. ഇവരുടെ എല്ലാവരുടെയും ഗാനങ്ങൾക്കായി നമുക്ക് കാതോർക്കാം ഒരു അല്പം കഴിഞ്ഞ്. താങ്ക് യു സോ മച്ച്. മലയാള സംഗീത ലോകത്തേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു നൂറ്റാണ്ടിലെത്തിയ ഇന്ത്യൻ സിനിമയിലെ മഹാരഥന്മാരുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മുഹമ്മദ് റാഫിയുടെ പ്രശസ്ത ഹിന്ദി ഗാനം ഓ ദുനിയാ കെ റഖ്വാലെ ഇവിടെ അവതരിപ്പിക്കുന്നു. ഷഖീർ ഖദായൂനിയുടെ വരികൾക്ക് ഈണമിട്ടത് ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ ആചാര്യൻ നൗഷാദ് അലി. റഫിയുടെ മനോഹര സ്വരത്തെ അനുസ്മരിപ്പിച്ച് ഇതാ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ കൊച്ചിൻ ആസാദ്. ഭഗവാൻ